തത്വദർശികൾക്കും ആത്മജ്ഞാനികൾക്കും യാതൊരു മേധയുള്ള ബുദ്ധിയാലാണോ ശരിയായ കർമ്മത്തെ അറിയുവാനും അതിൻ്റെ ശരിയായ ഫലത്തെ അനുഭവിക്കുവാനുമുള്ള ബലത്തെ ലഭിച്ചത്? അല്ലയോ ജഗദീശ്വര, അങ്ങനെയുള്ള മേധയുള്ള ബുദ്ധിയെ തന്ന് ശരിയായ കർമ്മത്തെ അറിഞ്ഞ് അതിൻ്റെ ശരിയായ ഫലത്തെ അനുഭവിക്കുവാനുള്ള ബലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്നായിരിക്കട്ടെ. എല്ലാ നല്ല ഫലങ്ങളും നമുക്ക് ഏവർക്കും ഒരുപോലെ ലഭിക്കുമാറാകട്ടെ. തേജസ്സും വീര്യവും നമുക്ക് ഒരുപോലെ ലഭിക്കട്ടെ. നാം അന്യോന്യം നിന്ദിക്കാതിരിക്കട്ടെ. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര. ഹരി ഓം. പ്രിയമുള്ളവരെ, വലിയൊരു പരിമിതിക്കകത്താണ് നാം ഒക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ദുർഘടഘട്ടത്തിലും ഭഗവത് ആചരണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് സന്ദേശം നൽകുന്ന ക്ഷേത്ര ഭാരവാഹികളെയും ഭക്തരെയും ഒക്കെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം സ്വാഭാവികമായും അത്യധികമായി വന്നു ചേരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. സാധുസ്വാമി പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചു. ധനം കൊണ്ടും ഭൗതികമായ സുവിധകൾ വർദ്ധിക്കൽ കൊണ്ടും യാതൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കലാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ മഹാമാരിയിലൂടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് ശരിയാണ് വാസ്തവത്തിൽ. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ലോകമൊക്കെ 3Gയോ 4Gയോ 5Gയിലേക്കൊക്കെ അതിഭയങ്കരമായ വേഗതയിലേക്ക് സഞ്ചരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന ഒരു 3 വർഷം കൊണ്ട് നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്തുള്ള മാറ്റങ്ങളായിരിക്കും ഈ വേഗതകൾ കൊണ്ട് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി വിദഗ്ധന്മാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്വൈത വേദാന്തം എന്ന് പറയുന്ന മഹാദർശനത്തിൻ്റെ, അതായത് ആരെയും അന്യരായി കാണരുത്, എല്ലാറ്റിനെയും ഞാൻ തന്നെയായിട്ട് കാണണം, ശത്രുവിനെയും എറുമ്പിനെയും പുലിയെയും ഒക്കെ ഞാനായി കാണണം എന്ന ആ മഹാ അദ്വൈതത്തിൻ്റെ ആ ഒരു ഭാവനയുടെ പ്രണേതാക്കളായിരിക്കുന്ന നമുക്ക് ഇന്ന് മനുഷ്യരെ ആകമാനം സംശയത്തോടുകൂടി വീക്ഷിക്കേണ്ട ഒരു ദുർഗതി. വീട്ടിൽ പോലും ആരെങ്കിലും വന്നാൽ നമുക്ക് അത്ര ഇങ്ങോട്ട് പിടിക്കുന്നില്ല. സത്യമായിട്ട് ആശ്രമത്തിൽ വരുമ്പോഴും അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടാകുക, എന്തിനാണ് ഇപ്പോൾ വരുന്നത്? അപ്പം ഏകമേവാദ്വിതീയം, സെക്കൻഡ് എന്നൊന്നും ഇല്ലാത്ത വണ്ണം ഏകമായിരിക്കുന്നത് എന്ന നമ്മുടെ വലിയ ഭാവനയ്ക്ക് ആ ഒരു ഭാവന പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്തത്ര ഒരു വലിയ ദുർഗതി ആണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ചിലര് പറയും ഈശ്വരന്റെ ശിക്ഷയാണ്, ഈശ്വരൻ ഉണ്ടായിട്ട് എന്താ നമ്മളെ രക്ഷിക്കാത്തത് എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. ഈശ്വരൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത്? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇവിടെ
തോന്നാൻ വഴിയില്ല. കാരണം ഈശ്വരീയമായ വചനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരികയാണ്. എന്നാൽ അത് നിരന്തരം കേൾക്കാത്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് ഈശ്വരൻ രക്ഷിക്കുന്നില്ല? എല്ലാവരും ഇത്രയും വലിയ അസുഖത്തിന് മുമ്പിൽ വന്ന് പെട്ടിട്ട് എന്തുകൊണ്ട് ഈശ്വരൻ രക്ഷിക്കുന്നില്ല? ഈശ്വരനാണോ ഈ അസുഖത്തെ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഈശ്വരനാണോ നമുക്ക് ഓരോ സമയത്തും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരുന്ന് നമ്മുടെ കയ്യിൽ കൂടെ തന്നിട്ടുള്ളത്? ആണോ? നമ്മൾ ആധ്യാത്മികതയെയും ഭൗതികതയെയും തമ്മിൽ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുക. സയൻസിന്റെ ഉത്തരങ്ങൾ സയൻസിൽ കൂടി തന്നെയാണ് നമ്മൾ ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഭൗതികതയുടെ ഉത്തരങ്ങൾ ഭൗതികതയിൽ തന്നെയാണ് ഉള്ളത്. ശാസ്ത്രത്തിന്റെ ലാഭം മാത്രം മതി, ധനം മാത്രം മതി, മുമ്പ് പറഞ്ഞതുപോലെ ധനം മാത്രം എത്രയും ആർജിക്കുവാനുള്ള ത്വരയുടെ ഇടയിൽ നമ്മുടെ ആരോഗ്യ മേഖല നമ്മുടെ പ്രാണശക്തിയെ കുറിച്ച്, നമ്മുടെ പ്രാണനെ കുറിച്ച്, ജീവനെ കുറിച്ച് ചിന്തിച്ചില്ല. അത് കേവലം ഏതർത്ഥത്തിലും നമ്മളെ അവരുടെ ഒരു കസ്റ്റമർ എന്ന നിലയിലേക്ക് പരുവപ്പെടുത്തി എടുക്കുന്നതിനാണ് പലപ്പോഴും ശ്രമിച്ചത് വൈദ്യശാസ്ത്രം. ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഒരു രോഗി വന്നാൽ അതൊരു കസ്റ്റമറാണ്. അതിനെ എത്രയും മരുന്നുകൾ കൊടുത്ത് വിവിധമായ ഒരു അവസ്ഥയാണെന്ന് അവന് തോന്നിപ്പിക്കും വണ്ണം ഇതാണല്ലോ ആശുപത്രികൾ പലപ്പോഴും ചെയ്യുക. ആശുപത്രിയിൽ നടന്നില്ലും പിറ്റേ ദിവസം അയാളോട് ICU കയറ്റിയാൽ മതിയാവൂ, ICU കയറ്റിയില്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയാണ് എന്ന് തോന്നിപ്പിക്കും വണ്ണം രോഗിയെ ക്ഷീണിതനാക്കി വെക്കും. പിന്നെ അങ്ങോട്ട് പ്രയോഗമാണ് മരുന്നുകളുടെ. വാസ്തവത്തിൽ ഈ മരുന്ന് പ്രയോഗങ്ങളുടെ ഒക്കെ ഫലമായിട്ട്, ആന്റിബയോട്ടിക്കുകളുടെയും സ്റ്റിറോയിഡുകളുടെയും ഒക്കെ പ്രയോഗത്തിന്റെ ഫലമായിട്ടാണ് സ്വാഭാവികമായ ഒരു പ്രതിരോധം എന്ന് പറയുന്ന ഒരു ശക്തി നമ്മളിൽ നിന്ന് മാറിപ്പോയി. ഈശ്വരൻ ഇതിനകത്ത് വല്ല വന്നുകൊണ്ട് ഈശ്വരനാണ് അത് കാണിച്ചു വെച്ചത്. നമ്മളുടെ തന്നെ ലാഭക്കൊതി കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടിയതിന്റെ ഫലമാണ് ഈ പ്രതിരോധിക്കുവാൻ കഴിയാത്ത ഈ സ്റ്റിറോയിഡിനെയും അതുപോലെ തന്നെ വാക്സിനേഷൻ അടക്കം ഇതിനകത്ത് വലിയ വിഷയത്തിലുള്ളതാണ്. നമ്മുടെ വൈദ്യ സമ്പ്രദായത്തിനകത്ത് മുഴുവനും തിരുത്തലുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന്. സ്റ്റിറോയിഡുകളും ആന്റിബയോട്ടിക്കുകളും ഒക്കെ വാക്സിനുകളും പ്രയോഗിക്കുക വഴി വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. നമ്മുടെ ഒക്കെ ശരീരത്തിൽ അസംഖ്യം ബാക്ടീരിയകളും വൈറസുകളും ഓൾറെഡി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ വൈറസുകളും ബാക്ടീരിയകളും ഇരിക്കുന്ന ശരീരത്തിലേക്കാണ് ആന്റിബയോട്ടിക്കുകളും വാക്സിനുകളും ഒക്കെ പ്രയോഗിക്കപ്പെടുന്നത്. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഇവൻ ആ സമയം തന്നെ ശരീരത്തിനൊരു പെട്ടെന്നൊരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഈ വൈറസുകൾ ഒതുങ്ങി നിൽക്കും, സന്ധികളിലേക്കൊക്കെ ഒതുങ്ങി കൊണ്ട് നിൽക്കും, ശല്യം ചെയ്യില്ല, രോഗം ഉണ്ടാക്കില്ല. ഇതാണ് വാക്സിനേഷന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അവനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇല്ലാതെയാക്കാൻ പറ്റില്ല. ഒരു വാക്സിനും ഒരു വൈറസിനെയും ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത് വൈദ്യശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോ ഈ വാക്സിനേഷൻ പ്രയോഗിക്കുമ്പോൾ ഇവൻ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി അങ്ങോട്ടിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ വാക്സിൻ, ഈ മരുന്നുമായിട്ടും ആന്റിബയോട്ടിക്കിന്റെ മരുന്നുമായിട്ടും ഇവൻ അങ്ങോട്ട് ശീലത്തിലാകും, പരിചയത്തിലാകുക എന്ന് വന്നാൽ അതിന്റെ അർത്ഥം അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ളവനായിട്ട് മാറും എന്നാണ്. അടുത്തത് വരുന്നത്, ഇപ്പൊ നമ്മളൊരു വാക്സിൻ പ്രയോഗിച്ചാൽ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 2-3 വർഷത്തിന് ശേഷം വരുന്നത് അതിനെയും അതിജീവിച്ച മാരക ശക്തിയുള്ള ഒരു വൈറസായിട്ടാണ് മനസ്സിലാക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നതിന്റെ പോക്ക്. അവരതുകൊണ്ട് തന്നെ ആ ചികിത്സാ സമ്പ്രദായത്തിൽ ഒരിക്കലും പ്രാണശക്തിയെ കുറിച്ചോ ജീവനെ കുറിച്ചോ പ്രതിപാദിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമുക്ക് ഇവിടെയാണ് ഈശ്വരന്റെ കടാക്ഷം എന്ന് പറയുന്ന മഹാബോധം, മേധാശക്തി എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ബോധം
നമ്മളിൽ ഉണ്ടാകേണ്ടത് അവിടെയാണ്. നമുക്ക് തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് വേണ്ടത് പ്രാണശക്തിയാണ്. ജീവന്റെ, അതിൽ എല്ലാറ്റിനെയും പ്രതിരോധിക്കുന്ന ആ ജീവന്റെ ആ പ്രാണൻ എന്ന് പറയുന്ന മഹാശക്തിയാണ്. അപ്പോൾ അതിനെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഔഷധങ്ങളിലേക്കാണ് നമ്മൾ ഇനിയുള്ള കാലത്തിലെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. ലോകം ഇപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആയുർവേദ മരുന്നും അതുപോലെ തന്നെ ഹോമിയോ മരുന്നും നന്നായിട്ട് ഈ പ്രതിരോധ ശക്തി നൽകുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത്രയും നല്ലത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഈശ്വരന്റെ നമ്മളെ ശിക്ഷിക്കുന്ന നടപടിയോ അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് ഇനി അത് മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് നമ്മളെ ദുർഗതിയിലേക്ക് കൊണ്ടുപോയിട്ടതോ എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ്. ഏതായാലും അതൊക്കെ ചിന്തിക്കാനുള്ള ഒരു കാലമാണ് ഇപ്പോൾ ഈ ഒരു സമയം എന്നത് മനസ്സിലാക്കുക. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നവരാത്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഭാരതത്തിലെമ്പാടും ഒരുപോലെ ആചരിക്കുന്ന ഒരാഘോഷം എന്ന നിലയിൽ, ഒരാചരണ സംവിധാനം എന്ന നിലയിൽ നവരാത്രി കാലത്തിന് ഒരു വിശേഷ പ്രാധാന്യം തന്നെയാണുള്ളത്. കേവലം ഒരു ആചരണം എന്നതിനപ്പുറത്ത് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതിന് എല്ലാറ്റിനേക്കാളും അപ്പുറത്ത് സ്ഥാനമുണ്ട്. അതിനാണ് സ്ഥാനം എന്ന് നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഋതുക്കൾ മാറുന്നുണ്ട്, നിരന്തരം മാറുന്നുണ്ട്. നമ്മുടെ സാംസ്കാരികതയിലെ സാമൂഹിക ജീവിതത്തിന്റെ വീക്ഷണത്തിൽ, നമ്മുടെ ദാർശനികമായ കാഴ്ചപ്പാടുകളിലൊക്കെ നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ വാസനകളിലും മനോവ്യാപാരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങൾ നിരന്തരം നടക്കുന്ന സമയത്തും ഞാൻ എൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറാതെ നിലകൊള്ളണം. ഇതാണ് പ്രധാനം. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക്, അതായത് ഞാനല്ലാതായി മാറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചെന്നപ്പെടാൻ ഇടവരരുത്. ഞാനല്ലാതായി മാറരുത്. ഇത് ആചാര്യന്മാർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വിശേഷ ആചരണങ്ങളൊക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കൽപ്പിച്ചു വെച്ചിട്ടുള്ളത്. നവരാത്രിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രാധാന്യം ഉദാഹരണം പോലെ നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്തൊക്കെ നന്നായിട്ട് മഴയുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് തണുപ്പുമുണ്ട്. നല്ല മഴയും തണുപ്പുമുള്ളപ്പോൾ നമ്മുടെ സ്വഭാവം എന്തായിട്ട് മാറും? ആലസ്യം, അലസത, മടി. രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന കാര്യം തന്നെ നമുക്ക് വലിയ മടിയായിട്ട് വരും, അല്ലേ? അപ്പൊ ഈ പറയുന്ന ഋതുവിലുണ്ടായ മാറ്റം നമ്മളിൽ മാറ്റമായിട്ട് മാറാതിരിക്കുന്നതിന്, ആ ഋതു, ആ തണുപ്പ്, മഞ്ഞ്, മഴ, അതിനനുസരിച്ച് ആലസ്യവും അലസതയും മടിയും നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? സാധന ചെയ്യണം. അതാണ് നവരാത്രിയുടെ ഏറ്റവും മൗലികമായ ഒരു സങ്കല്പം എന്ന് മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ 3 ദിവസം തന്നെ ദുർഗയെ, ദേവിയെ ആ ഭാവത്തിൽ ആരാധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മനോവ്യാപാരങ്ങളില്
രാജസ പ്രാമുഖ്യമുള്ള, അതുപോലെ തന്നെ താമസ പ്രാമുഖ്യമുള്ള വാസനകള് അതിന്റെ ഒരു സിമ്പൽ എന്ന നിലയിലാണ് അല്പം ശൗര്യത്തോടു കൂടി വീര്യത്തോടു കൂടിയുള്ള ദുർഗാഭാവം നിൽക്കുന്നത്. അപ്പൊ ആ സ്വഭാവങ്ങളെ, രജസിന്റെയും തമസിന്റെയുമായിട്ടുള്ള ആ ഭാവങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയണം. ഗാർഹസ്ഥ്യം പുലർത്തുന്നവനോട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് സമൃദ്ധി ഉണ്ടാവണം, നന്നായിട്ട് ധനം ഉണ്ടാവണം, ഒരു കുറവും ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ എങ്ങനെ ചെയ്യണം? ധർമ്മത്തെ മുറുകെ പിടിച്ച് മാത്രമേ ധനത്തെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അധർമ്മത്തെ മുറുകെ പിടിച്ച് ഇന്നിപ്പോ സ്വർണ്ണ കച്ചവടം നടത്തിയിട്ട് ധനം ഉണ്ടാക്കുന്നത് പോലെ ധനം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ട് ചതിയും വഞ്ചനയും ഒക്കെ നടത്തി, കൊലപാതകവും ഒക്കെ നടത്തി, മോഷ്ടിച്ച് പിടിച്ചു പറിച്ച് ധനം ഉണ്ടാക്കാൻ പാടില്ല. ധർമ്മോചിതമായി നിങ്ങൾ നന്നായിട്ട് ധനത്തെ ഉണ്ടാക്കുക, ഒരു ലിമിറ്റും ഇല്ലാതെ ഉണ്ടാക്കുക, ധർമ്മത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് നന്നായിട്ട് ധനത്തെ ഉണ്ടാക്കുക. ആ ധനത്തെ വെച്ച് എല്ലാ കാമനകളെയും നേടിയെടുക്കുക. ഇതാണ് ആചാര്യന്മാര് പറയുന്നത് ഗൃഹസ്ഥനോട്. എല്ലാ കാമനകളും ഗൃഹസ്ഥൻ ഒരു കുറവും ഉണ്ടാകരുത്. അതായത് അവന് ഒരു ആഗ്രഹം ഉണ്ടായാൽ അത് സാക്ഷാത്കരിക്കാൻ അവന് സാധിക്കണം. ഇത് നമ്മുടെ പൂർവികര് ആചാര്യന്മാര് ചിട്ടപ്പെടുത്തിയിരുന്ന വ്യവസ്ഥയാണ്. അത് ഇന്നും നമ്മളുടെ ഈ ഉത്തരേന്ത്യയിലൊക്കെ മാർവാടികളുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണണം. ഹിന്ദുവിന്റെ ഏറ്റവും മികച്ച ഒരു ആർജവം കാണണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു മാർവാടികളുടെ ജീവിതത്തിലേക്ക് പോകണം. ഏറ്റവും ധർമ്മോചിതമായി തന്നെ മാർവാടികൾ ജീവിക്കുന്നു. 10% കൃത്യമായും അവർ ദാനധർമ്മത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അവരുടെ വരുമാനത്തിൽ അത് റൂട്ടീനായിട്ട് നടക്കുന്നതാണ്. ഏറ്റവും മികച്ച വ്യാപാരികൾ മാർവാടികളാണ്. ഏറ്റവും മികച്ച വ്യാപാരികൾ നന്നായിട്ട് ധനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരിടത്തും എത്ര മാർവാടികളെയാണ് നമ്മളിവിടെ ഈ പറയുന്ന കള്ള വ്യാപാരങ്ങളിൽ പിടിച്ചിട്ടുള്ളത്? മനസ്സിലാക്കേണ്ടതാണ്. ഹൈന്ദവ ധർമ്മത്തിന്റെ ഏറ്റവും മൗലികമായ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. എത്ര മാർവാടികള് ഈ വേണ്ടാധീനങ്ങൾ കാട്ടിയതിന്റെ പേരിൽ പിടിക്കപ്പെടുന്നുണ്ട്? ഒരാളെയും പിടിക്കുകയാണ്. കാരണം അവർ വേണ്ടാതരം കാണിക്കുന്നില്ല. അവർ മികച്ച രീതിയിൽ വ്യാപാരം നടത്തി നല്ല ലാഭം ഉണ്ടാക്കുന്നു. അത് വെച്ച് എല്ലാ കാമനകളും അനുഭവിക്കുന്നു. പക്ഷേ ഞാൻ പറയുവാൻ കാരണം, ചില മൗഢ്യം ഇന്ന് നമ്മുടെ സമാജത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതായത് സന്യാസത്തിൻ്റെതായ നിവൃത്തി മാർഗികൾ അനുഷ്ഠിക്കേണ്ടത്, നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് വൃത്തിയിൽ നിന്ന് മാറിയുള്ള ജീവിതം, പ്രവൃത്തിയില്ലാത്ത കർമ്മമില്ലാത്ത വഴി. രണ്ട് വഴി മാത്രമാണ് ആചാര്യന്മാർ പറയുന്നത്. ഒന്ന് പ്രവൃത്തിയുടെ വഴി, രണ്ട് നിവൃത്തിയുടെ വഴി. ഒന്ന് കർമ്മത്തിന്റെ വഴി, ഒന്ന് കർമ്മമില്ലായ്മയുടെ വഴി. ഈ രണ്ട് വഴിയല്ലാതെ മൂന്നാമതൊരു വഴിയെ കുറിച്ച് ആചാര്യന്മാർ പറയുന്നതേ ഇല്ല. രണ്ട് വഴി മാത്രമേ പറയുന്നുള്ളൂ. കർമ്മത്തിന്റെ വഴിയും കർമ്മരാഹിത്യത്തിന്റെ വഴിയും. ഇതിൽ കർമ്മത്തിന്റെ വഴി ഗൃഹസ്ഥന്മാരുടേതാണ്, ഗാർഹസ്ഥ്യം പുലർത്തുന്നവരുടേതാണ്. കാരണം ആ കർമ്മം ചെയ്തിട്ടാണ് അവൻ നന്നായിട്ട് എന്തുണ്ടാക്കേണ്ടത്? അർത്ഥമുണ്ടാക്കേണ്ടത്, ധനമുണ്ടാക്കേണ്ടത്. നന്നായിട്ട് ധനം ഉണ്ടാക്കണമെങ്കിൽ അവൻ ഉത്തമമായ രീതിയിൽ കർമ്മം ചെയ്യണം. എന്നാൽ കർമ്മവും അതിന്റെ ഫലവും ആവശ്യമില്ലാത്ത ഒരു വർഗമുണ്ട് ഇവിടെ. ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വർഗം. അതേതാണ്? ശങ്കിക്കേണ്ടതില്ല, സന്യാസികൾ. അവർക്ക് ആകെ വേണ്ടത് മോക്ഷം എന്ന് പറയുന്നത് മാത്രമാണ്. മോക്ഷമാണ് അവർക്ക് വേണ്ടത്. അവർ മോക്ഷം മാത്രമാണ് സന്യാസിയുടെ ബാധ്യത എന്നാണ് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർക്ക് മോക്ഷം മാത്രം ബാധ്യതയായി പ്രവർത്തിക്കുന്ന സന്യാസിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം, അതിന്റെ ഫലം വേണ്ട. ഇതാണ് വ്യവസ്ഥ. അപ്പൊ യുക്തമായ കർമ്മം ചെയ്യുന്ന ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന് അവന് ഉത്തമമായ ഫലം കിട്ടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക്
മതിയായ അത് ലഭിക്കുന്നില്ല, അതിൽ പ്രതിഫലം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതേ നമ്മൾ തന്നെ, അങ്ങനെ കംപ്ലൈന്റ് പറയുന്ന അതേ നമ്മൾ തന്നെ നമ്മളുടെ ഒരു ആധ്യാത്മിക പാഠത്തിൽ സംഭവിച്ച മൗഢ്യത്തിന്റെ ഫലമായി, വളരെ ശ്രദ്ധിക്കണം, അത് ആധ്യാത്മിക പഠനത്തിൽ സംഭവിച്ച ഒരു മൗഢ്യത്തിന്റെ ഫലമായി, മോശം ആധ്യാത്മിക പാഠത്തിന്റെ ഫലമായിട്ടല്ല, ആധ്യാത്മിക പഠനത്തിൽ സംഭവിച്ച ഒരു മൗഢ്യത്തിന്റെ ഫലമായിട്ട് ഫലം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുർഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആര്? സന്യാസിയല്ല, ഗൃഹസ്ഥൻ. സന്യാസിക്ക് അത് പറയാം, ഫലം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു. പക്ഷെ ഗൃഹസ്ഥൻ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഫലം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്? ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യം, ആചാര്യസ്വാമികളുടെ ഭാഷ്യം ചെയ്തിരിക്കുന്നത് ദശോപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കുമാണ്. ഇതേ പ്രസ്ഥാനത്രയങ്ങൾ എന്നാണ് ഈ മുന്നേ പറയുന്നത്. ഈ പ്രസ്ഥാനത്രയങ്ങൾ ആർക്ക് പഠിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ശങ്കരഭാഷ്യം ആർക്ക് വെച്ചിരുന്നതാണ്? തൻ്റെ ശിഷ്യ പരമ്പരകൾക്കായിട്ട് മഠം സ്ഥാപിച്ചിട്ട്, മഠാധ്യായത്തിലാണ് ഇത് വരുന്നത് തന്നെ. ശങ്കര സമ്പ്രദായത്തില് മഠം സ്ഥാപിച്ചുകൊണ്ട് 4 ദിക്കുകളിലും മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, ഭാരതത്തിന്റെ 4 ദിക്കുകളിലും മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തന്റെ ശിഷ്യ പരമ്പരകളെ, സന്യാസ ശിഷ്യ പരമ്പരകളെ അവിടെ പാർപ്പിച്ചുകൊണ്ട്, അവിടെയാണ് കുടീചകൻ എന്ന സ്വഭാവത്തിലേക്ക് സന്യാസി കടക്കുന്നത് തന്നെ. അവിടെ ഒരിടത്ത് പാർത്തുകൊണ്ട് മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, പഠിക്കുക, മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അങ്ങനെയുള്ള തന്റെ ശിഷ്യ പരമ്പരകൾക്ക് വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമികൾ പ്രസ്ഥാനത്രയം ഭാഷ്യമാക്കി കൊടുത്തത്. ആ ഭാഷ്യത്തിലാണ് ഈ പറയുന്ന അദ്വൈതത്തിന്റെയും എല്ലാം ഒന്നാണ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും വിപത്തായിട്ട് വരുന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഒന്നാണെന്നല്ല നിങ്ങൾ പറയുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പലപ്പോഴും ചോദ്യമായിട്ട് വരുന്നില്ല ഹിന്ദുവിന്റെ തന്നെ. മനസ്സിലാവുന്നുണ്ട്, ഗൃഹസ്ഥൻ അനാവശ്യമായിട്ട് കയറി ഇത് പ്രയോഗിച്ചതിന്റെ ഫലമായിട്ട് വരുന്നത്. എല്ലാം ഒന്നാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ തൊഴുത്തിൽ കുത്തു നടത്തുന്നത്? ചോദ്യമാണ് ഇത്. ഈ എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന അദ്വൈതത്തിന്റെ ഭാവനാതലം സന്യാസിക്ക് മോക്ഷത്തിന് തടസ്സമുണ്ടാവരുത്, അവന്റെ ആചരണത്തിന് തടസ്സമുണ്ടാവരുത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവന് പ്രാക്ടീസിന്റെ തലം, സാധനയുടെ തലം എന്ന നിലയിൽ ആചാര്യൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ശങ്കരാചാര്യ സ്വാമികൾ. പക്ഷെ ദൗർഭാഗ്യവശാൽ പിൽക്കാലത്ത് അത് ഈ അധികാരി ഭേദം പാലിക്കാതിരുന്നതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. സന്യാസി പഠിക്കാനുള്ളത് സന്യാസിയോട് മാത്രമേ പറയാവൂ. സന്യാസിക്ക് പഠിക്കാനുള്ളത് ഗൃഹസ്ഥനോട് പറയാൻ പാടില്ല. ഗൃഹസ്ഥന് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള പാഠമാണ് ഗൃഹസ്ഥന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ അധികാരി ഭേദം പാലിക്കാതിരുന്നതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ ആ മൗഢ്യത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഫലം പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എന്ന ഒരു പ്രസ്താവനയിലേക്ക് നിഷ്കാമ കർമ്മം എന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഫലം ഞാൻ പ്രതീക്ഷിക്കുന്നത് നിഷ്കാമ കർമ്മം. ഞാൻ പറഞ്ഞു, നിഷ്കാമ കർമ്മം അദ്വൈത ഭാഷ്യത്തില് സന്യാസി സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് ഭാഷ്യം ചെയ്തു കൊടുത്തതാണ്. അവന് ഫലം പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഗൃഹസ്ഥന് ഫലം പ്രതീക്ഷിച്ചില്ലെങ്കിൽ, ഫലം കിട്ടിയില്ലെങ്കിൽ അവന്റെ അർത്ഥവ്യവസ്ഥ തകരുന്നു. അവന്റെ കാമം എന്ന് പറയുന്ന വ്യവസ്ഥ, ഇച്ഛാശക്തിയാണ് കാമം, അത് പ്രവർത്തിക്കാതെ വരും. അപ്പോൾ അത് എന്താണ് ആചാര്യൻ അവിടെ ഈ നിഷ്കാമ കർമ്മം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഈ ഗ്രഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭാഷ്യത്തില്, ഗീതാഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കുക, ആ മൗഢ്യം മാറി കിട്ടും. കർമ്മം 4 ഉണ്ട്. 4 കർമ്മമുണ്ട്. 1 നിത്യകർമ്മം, 2 നൈമിത്തിക കർമ്മം, 3 കാമ്യകർമ്മം, 4 നിഷിദ്ധ കർമ്മം. ഇതാണ് 4 കർമ്മങ്ങൾ.
നിത്യകർമ്മവും നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങൾ, ഉപാസനകൾ, ഈശ്വരോപാസനകളെല്ലാം ദീർഘിക്കുന്നതിന് വേഗത്തിൽ പറയുകയാണ്. രണ്ടാമത് നൈമിത്തിക കർമ്മങ്ങൾ, കാലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കർമ്മം. ഇപ്പം അന്നപ്രാശനം, നാമകരണം, വിവാഹം, അതുപോലെ തന്നെ വാനപ്രസ്ഥം, സന്യാസം, ഇതൊക്കെ അന്ത്യേഷ്ടി വരെ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന, കാലം കൊണ്ട് വന്നു ചേരുന്ന കർമ്മങ്ങളുണ്ട്. ഇതും വിദ്യാമേട തന്നെ ചെയ്യണം, ഒഴിവാക്കാൻ വിധിയില്ല. അതാണ് നൈമിത്തിക കർമ്മം. മൂന്നാമത്തേത് കാമ്യകർമ്മം. കാമ്യകർമ്മം എന്ന് പറയുന്നത് ആചാര്യന്മാര് ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, ഇന്ന രീതിയിൽ ചെയ്യാമോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കർമ്മത്തെ ഇങ്ങനെയേ ചെയ്യൂ, ഞാൻ ഇങ്ങനെയേ ഈ കർമ്മത്തെ ചെയ്യൂ എന്നാൽ ഞാൻ ഇഷ്ടത്തോടുകൂടി, അതായത് തോന്നിയവാസം, താന്തോന്നിത്വം, ഞാൻ ഇഷ്ടത്തോടെ കർമ്മത്തെ ചെയ്യുന്നതിനെയാണ് കാമ്യകർമ്മ അനുഷ്ഠാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാമ്യകർമ്മത്തെ ത്യജിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കാമ്യകർമ്മം ത്യജിക്കണം, മനസ്സിലാക്കുക. കാമ്യകർമ്മത്തെ ത്യജിച്ച് കർമ്മത്തെ ചെയ്യുന്നതിനെയാണ് ഗൃഹസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ഭാഷ്യത്തിൽ വെച്ചിട്ടുള്ളത്. കാമ്യകർമ്മത്തെ ത്യജിച്ച് കർമ്മത്തെ ചെയ്യുന്നതിനെയാണ് നിഷ്കാമകർമ്മം എന്ന് പറയുക. നാലാമത്തേത് നിഷിദ്ധ കർമ്മം, അതും ത്യജിക്കേണ്ട കർമ്മങ്ങളാണ്. ഇനി ഇത് വായിച്ചു നോക്കുക, ഗൃഹസ്ഥന് എന്തെങ്കിലും കുറവുണ്ടാവുമെന്ന്. നിത്യകർമ്മത്തെയും നൈമിത്യ കർമ്മത്തെയും ആശ്രയിച്ച് കാമ്യകർമ്മത്തെയും നിഷിദ്ധ കർമ്മത്തെയും ത്യജിച്ച് കർമ്മത്തിന് നല്ല ഫലത്തെ ഉണ്ടാക്കലാണ് കർമ്മയോഗം എന്ന് പറഞ്ഞു. മനസ്സിലാക്കുക. കർമ്മത്തിന് നല്ല ചേർച്ച അവിടെ കർമ്മഫലമായി. കർമ്മത്തിന്റെ നല്ല ഫലം, സഫലം. നമ്മൾ നല്ല ഫലം, സഫലം, നല്ല ഫലം കിട്ടുമ്പോൾ നമ്മുടെ സഫലമായി അന്നേരെ പറയുകയുള്ളൂ, അല്ലേ? സഫലമായി, കർമ്മം സഫലമായി, സഫലം. അപ്പൊ ഈ കർമ്മ സാഫല്യമായി കർമ്മയോഗം എന്ന് പറഞ്ഞു. ഭാഷ്യം എവിടെ കിടക്കുന്നു നമ്മൾ ചിന്തിക്കുക. കർമ്മ സാഫല്യമാണ് കർമ്മയോഗം. നിഷ്കാമകർമ്മം ആണ് കർമ്മയോഗം എന്നത് സന്യാസിക്കുള്ള ഭാഷ്യമാണ്. മനസ്സിലാക്കുക. അതൊരിക്കലും ഗ്രഹസ്ഥനുള്ള ഭാഷ്യമായിട്ട് എടുത്ത് അതിനെ എടുത്ത് പ്രയോഗിച്ച് മൗഢ്യത്തിൽ ചെന്നുപെട്ട് ദാരിദ്ര്യത്തിൽ വീഴാതിരിക്കുക, അത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഇങ്ങനെയുള്ള മൗഢ്യങ്ങൾക്ക് അപ്പുറത്ത് കിടക്കാൻ കഴിയണം. ആ മൗഢ്യത്തിന് അപ്പുറത്ത് കിടക്കുന്നതാണ് മൂന്നാമത്തേതായിട്ടുള്ള സരസ്വതി ഭാവത്തിൽ നിൽക്കുന്നത്. ഈ 9ാമത്തെ ദിവസം കഴിയുമ്പോൾ, അതാണ് ദസറ. ദസറ എന്നാണ് ഉത്തരേന്ത്യയിലൊക്കെ പറയുന്നത്, വിജയദശമി. ദസഹര, 10നെ തോൽപ്പിക്കല്. എന്താ ഈ 10നെ തോൽപ്പിക്കല്? അത് നമ്മുടെ ജീവിതവുമായിട്ട്, സാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന 10 എണ്ണമുണ്ട്. അതിനെ തോൽപ്പിക്കണം, അതിനെ കൊന്നുകളയണം. ഈ 9 ദിവസം നമ്മൾ ചെയ്യേണ്ട സംഗതികളാണ്. ഈ 10നെ കൊല്ലണം. കാമം, കാമവാസന, കാമം, ക്രോധം, ലോഭം, മോഹം, മാത്സര്യം, പിന്നെ അന്യായം, പിന്നെ ക്രൂവൽറ്റി എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവം, അഹങ്കാരം, സ്വാർത്ഥത, അമാന്യത്വം എന്നതാണ് ക്രൂവൽറ്റി എന്ന് പറയുന്നത്. ഇത്രയും നമ്മുടെ ദോഷ സംഗതികളെ നമുക്ക് എടുത്തു കളയാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ. അതിനുള്ള ഒരു പടിയായിട്ടാണ് ഈ ഒരു ആഘോഷകാലത്തെ ആചാര്യന്മാര് വെച്ചിട്ടുള്ളത് എന്നറിഞ്ഞുകൊണ്ട് മൗഢ്യമില്ലാത്ത ജീവിതത്തെ, മേധയെ മുറുകെ പിടിച്ചുകൊണ്ട് അറിയേണ്ടതിനെ കൃത്യതയോടുകൂടി അറിയുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ട് തിരുത്തേണ്ടതിനെ കൃത്യതയോടുകൂടി തിരുത്തുവാനുള്ള ആർജവത്തെ നേടിക്കൊണ്ട് ഹൈന്ദവ അഭിമാനത്തില്, ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ കഴിയണം. അതിനുള്ള ഒരു നല്ല സങ്കല്പം, ജീവിതം ചിട്ടയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ഈശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി.